കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഇന്ന് നിർണായക ദിനമാണ്. ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അറിയേണ്ടത് ഇനി മൂന്നിൽ ആരാകും മുഖ്യനെന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നിർണായക ചർച്ച ഡൽഹിയിൽ തുടരുന്നു. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരാണ് ചർച്ച നടത്തുന്നത്. മൂന്ന് നേതാക്കളും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും ചർച്ച പുരോഗമിക്കുകയാണ്. ഹൈക്കമാൻഡ് MLA-മാരുടെ പിന്തുണ നോക്കുകയാണെങ്കിൽ KCക്കൊപ്പമായിരിക്കുമോ ഹൈക്കമാൻഡിന്റെ നിലപാട്? കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഉത്കണ്ഠയും ആകാംക്ഷയും നിറഞ്ഞതാണ് മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിലുള്ള ആ തീരുമാനം അറിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. 102 MLA-മാരുടെ പിന്തുണ UDF-ന് ഉണ്ടെങ്കിൽ തന്നെയും അതിനും അപ്പുറത്തേക്ക് ഉത്കണ്ഠ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 3 പേരും ഒരുപോലെ തന്നെ യോഗ്യന്മാർ എന്നാണ് പറയപ്പെടുന്നത്. ഹൈക്കമാൻഡും അങ്ങനെ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് MLA-മാരുടെ പിന്തുണ കൂടുതലായും KC വേണുഗോപാലിന് ആയതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ KC വേണുഗോപാലിനായിരിക്കും ഹൈക്കമാൻഡിൻ്റെ പിന്തുണ എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് VD സതീശൻ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് നടത്തിയ പ്രവർത്തനങ്ങൾ, അതിനെല്ലാം ഉപരിയായി ഘടകകക്ഷികളുടെ പിന്തുണ, ഇതെല്ലാം കണക്കാക്കുമ്പോൾ VD സതീശന് കാര്യങ്ങൾ അനുകൂലമാകും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ സമ്പത്താണ്. 26 വയസ്സുള്ള സമയത്ത് സംസ്ഥാനത്തെ മന്ത്രിയായി എത്തുകയും വളരെ നേരത്തെ തന്നെ MLA ആവുകയും ഒക്കെ ചെയ്ത ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട്. MP ആയും MLA ആയും പ്രവർത്തിച്ച പരിചയമുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പരിചയ സമ്പത്തും അങ്ങനെ 3 പേരും 3 തരത്തിൽ ഉള്ള ഓരോരുത്തരുടെയും മെറിറ്റുകൾ മുകളിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. 4 മണിയോടുകൂടി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലേക്ക് 3 നേതാക്കന്മാരും, അതായത് രമേശ് ചെന്നിത്തലയും VD സതീശനും ഒപ്പം KC വേണുഗോപാലും എത്തിയിരുന്നു. ഇപ്പോഴും ചർച്ച തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ നിരീക്ഷകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. മുകുൾ വാസനിക്കും അജയ് മക്കാനും. ഇത് കൂടാതെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഓരോ നേതാക്കന്മാരെയും ഒരുമിച്ച് കാണാതെ ഓരോ നേതാക്കന്മാരും വെവ്വേറെ കണ്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്. ഒരു പക്ഷേ 6:30 തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം 6:30 മണിക്ക് ശേഷം നേതാക്കന്മാർക്ക് മറ്റു ചില പരിപാടികളിൽ പങ്കെടുക്കാൻ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്നാൽ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 60-ലധികം MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ച് പറയുന്നത്. അത് പക്ഷേ ഇത് എല്ലാവരും MLA-മാരുടെ പിന്തുണ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും കൃത്യമായൊരു കണക്ക് ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ അവകാശവാദങ്ങൾ 3 പേരും ഒരുപോലെ തന്നെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ തന്നെ സീനിയറായ രമേശ് ചെന്നിത്തല വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അദ്ദേഹം വലിയ തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങി വലിയ തരത്തിൽ പ്രകടനങ്ങൾ നടത്തുവാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് പങ്കുവയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണികൾ പങ്കുവയ്ക്കുന്നുണ്ട്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ പ്രവർത്തനവും അതിനെല്ലാം ഉപരിയായി ഘടകകക്ഷികളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി പദത്തിൽ എത്തും എന്നുള്ളതാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. അതേസമയം KC വേണുഗോപാലിനാകട്ടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായി പറയപ്പെടുന്നത് ഈ MLA-മാരുടെ പിന്തുണയാണ്. ഈ 3 കാര്യങ്ങളും പരിഗണിക്കുന്നതിനൊപ്പം തന്നെ പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന് പറയുമ്പോഴേക്കും സാധാരണഗതിയിൽ ലഭിക്കുന്ന MLA-മാരുടെ പിന്തുണ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്തുമൊക്കെ തന്നെ ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. പാർലമെൻ്ററി പാർട്ടി ലീഡറെ കണ്ടെത്തുന്നതിന് വേണ്ടി MLA-മാരുടെ എണ്ണം കണക്കാക്കിയിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർണാടകയിൽ ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ DK ശിവകുമാറിന് മുഖ്യമന്ത്രി പദം കിട്ടും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ അവസാനം അദ്ദേഹത്തെ അത് ലഭിക്കാതെ പോയൊരു സാഹചര്യം. സ്വാഭാവികമായും വലിയ ഭൂരിപക്ഷങ്ങൾ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ആദ്യം പ്രഖ്യാപിക്കപ്പെടുന്ന പേരുകളൊന്നും തന്നെ ഈ മുഖ്യമന്ത്രിയായി എത്തുന്ന ഒരു പതിവ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലും അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അതിലൊരു അതിശയം കാണേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ വ്യക്തതയാണ്. എന്തായാലും ഇന്ന് തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. മല്ലികാർജ്ജുൻ
മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടത്തുന്ന ചർച്ചകളിൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഇടപെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന് കിട്ടാവുന്ന, കോൺഗ്രസിന് കിട്ടാവുന്ന പരമാവധി MLA-മാരെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഈ ചർച്ചകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിനോടുള്ള ചർച്ചകൾ നീണ്ടുപോകുന്നതും അത് തെരുവിലേക്ക് ഇറങ്ങിയതുമൊക്കെ വലിയ തരത്തിൽ കോൺഗ്രസിന് തന്നെ അപമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് UDF-ലെ ഘടകകക്ഷികൾ പറയുന്നത്. പ്രത്യേകിച്ചും ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ VD സതീശന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത്തരത്തിൽ ഈ ചർച്ചകൾ നീണ്ടുപോകുന്നതും പരസ്പരം നേതാക്കന്മാരുടെ അണികൾ തമ്മിൽ വിഴുപ്പലക്കുന്നതും ഫ്ലക്സ് ബോർഡുകളിൽ കരിയോയിൽ ഒഴിക്കുന്നതും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ചർച്ചയായും അപമതിപ്പായും കാണുന്നു. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വലിയ തരത്തിലുള്ള ജനഹിതത്തെ മാനിക്കാത്ത ഒരു തരത്തിലുള്ള നിലപാടാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന് വലിയ തരത്തിൽ അതൃപ്തിയുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ പേരിൽ നടക്കുന്ന ചർച്ചകളും ഒപ്പം തെരുവിൽ നടക്കുന്ന പ്രകടനങ്ങളും ഒക്കെ തന്നെ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ 3 ദിവസമായി രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണം നടത്താനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രകടനങ്ങൾ പങ്കെടുക്കാനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അദ്ദേഹം ഇടയ്ക്കൊരു പ്രാവശ്യം ഡൽഹിയിലേക്ക് പോയി നേതാക്കന്മാരെ കണ്ടു, മടങ്ങി വന്നു. എന്നതിനപ്പുറത്തേക്ക് ഫ്ലക്സ് വെച്ചുള്ള ഒരു പ്രചരണം നടത്താനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാനോ രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല. പക്ഷേ സീനിയർ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഒരു പക്ഷേ AICC നേതൃത്വം പരിഗണിച്ചാൽ തന്നെയും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം KC വേണുഗോപാലിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു പക്ഷേ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 2 തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് നടത്തേണ്ടി വരും. കാരണം ഒന്ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രിയായി KC വേണുഗോപാലിനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം തെളിയിക്കണം, അല്ലെങ്കിൽ നിയമസഭയിൽ MLA ആയി മാറണം. അതിനും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരും. പക്ഷേ ഈ 2 തിരഞ്ഞെടുപ്പുകളും എത്ര കണ്ട് കോൺഗ്രസിന് അനുകൂലമാകും എന്നുള്ള കാര്യം ത്തെക്കുറിച്ച് സംശയങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നീക്കണം. പ്രത്യേകിച്ചും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരിക. ഒരു നിർണായക ഘട്ടത്തിൽ ആലപ്പുഴയിൽ ഇത്രയധികം വോട്ട് നേടി വിജയിച്ച് KC വേണുഗോപാലിന് അടുത്ത ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പകരക്കാരന് ഇത്ര വോട്ട് നേടാൻ കഴിയുമോ അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു സംശയവും ചർച്ചയുമായി മാറുന്നുണ്ടെങ്കിൽ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു 3 പേരുടെയും പേരിന് അപ്പുറത്തേക്ക് മറ്റ് തലങ്ങളിലേക്കോ മറ്റാളുകളിലേക്കോ ഇതൊന്നും തന്നെ പോകാൻ സാധ്യതയില്ല. ഈ 3 പേരുകളും തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. 4 മണിക്ക് ചർച്ച തുടങ്ങിയിരിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ അത്തരം നിലപാടുകളൊന്നും തന്നെ അവർ പറയുന്നില്ല. നിലവിലെ ഇത്തരം ചർച്ചകൾ തുടരുമ്പോഴും ലീഗ് അവരുടെ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് VD സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്നൊരു താല്പര്യം അവർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും വളരെ വേഗത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ട് മന്ത്രിസഭ അംഗങ്ങളെ തീരുമാനിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞയിലേക്ക് കടക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഘടകകക്ഷിയിലെ ഒട്ടുമിക്ക നേതാക്കന്മാർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വലിച്ചിഴച്ച് തെരുവിലേക്ക് കൊണ്ടുപോകുന്നതിനോട് വിയോജിപ്പ് AICC നേതൃത്വത്തിനുമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്കും അതിനോട് കടുത്ത വിയോജിപ്പാണ് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പക്ഷേ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയും. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നേതാക്കന്മാർ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ചർച്ച തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ സമയം ചർച്ച തുടങ്ങി പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3 MLA-മാർക്കും അപ്പുറത്തേക്ക് നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം കൂടി ആരായും. പ്രത്യേകിച്ചും AK ആൻ്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് കാര്യങ്ങൾ തിരക്കി അവരുടെ ഒരു പിന്തുണ കൂടി നേടിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ AICC മുന്നോട്ട് പോകുക. കാരണം AICC നിരീക്ഷകർ കേരളത്തിൽ ആദ്യം എത്തിയപ്പോൾ തന്നെ AK ആൻ്റണിയെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. ഒപ്പം നിയുക്ത MLA-മാരെ കാണുന്നതിന് തൊട്ട് മുമ്പ് മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് നിയുക്ത MLA-മാരുമായുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ നിരീക്ഷകരുടെ നടപടിക്രമങ്ങൾ അവർ നടത്തിയ നടപടിക്രമങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി KCയുടെ ക്യാമ്പിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതീക്ഷ അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നുള്ളത് തന്നെയാണ് അവർ വെച്ച് പുലർത്തുന്നത്. എന്തായാലും അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമോ, ഒരു സമവായത്തിൽ എത്തിച്ചേരുമോ എന്നുള്ളതൊക്കെ തന്നെ അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. എന്തായാലും ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്.
എന്നാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ഹൈക്കമാൻഡിന്റെ നിർണായക ചർച്ച ഡൽഹിയിൽ തുടരുകയാണ്. നേതാക്കളുമായി അടക്കം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എന്നിവരാണ് ചർച്ച നടത്തുന്നത്. ബിനോയ്, അതുപോലെ തന്നെ ഇപ്പോൾ ചർച്ചകൾ നിർണായകമാകുമ്പോൾ തങ്ങളുടെ നിലപാടിൽ 3 നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ MLA-മാരുടെ പിന്തുണയായിരിക്കുമോ ഹൈക്കമാൻഡ് മുൻതൂക്കം നൽകുക? തീർച്ചയായും സാധാരണഗതിയിൽ ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ പിന്തുണ ഏറ്റവും കൂടുതൽ ആർക്കാണോ ലഭിക്കുന്നത് ആ ആളിനെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി തീരുമാനിക്കുക എന്നുള്ളൊരു നയമാണ് സാധാരണഗതിയിൽ കോൺഗ്രസ്സിലുള്ളത്. അത് തന്നെയാണ് കഴിഞ്ഞ 2011 ഉമ്മൻചാണ്ടിൻ്റെ സമയത്തും ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവകാശവാദം കൂടുതൽ ഉന്നയിക്കപ്പെടുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹം സംസ്ഥാനത്ത് ഇല്ലായിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഒപ്പം പിന്തുണ അറിയിക്കുന്ന ആളുകളുടെ എണ്ണം, MLA-മാരുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KC വേണുഗോപാലിന് പാർലമെൻ്ററി പാർട്ടിയുടെ മുൻതൂക്കം അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ അതൊരു ഒരു കാര്യമായി പരിഗണിക്കാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് 2-3 കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ വരുന്നതിനപ്പുറത്തേക്ക് ജനപിന്തുണ കൂടി നോക്കുന്നുണ്ട്, ഒപ്പം ഘടകകക്ഷികളുടെ പിന്തുണ. അപ്പോൾ ജനപിന്തുണയും ഘടകകക്ഷികളുടെ പിന്തുണയും KC വേണുഗോപാലിനേക്കാൾ കൂടുതൽ VD സതീശനാണ്. അദ്ദേഹം നേരത്തെ പ്രതിപക്ഷ നേതാവായിട്ട് 5 വർഷം പ്രവർത്തിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. ആ 5 വർഷം കൊണ്ട് തന്നെ വലിയ തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു. അതിലെടുത്തു പറയപ്പെടുന്നത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തന്നെ UDF-ന് വലിയ തരത്തിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുന്നത്. അതിനെല്ലാം ഉപരിയായി ഈ 5 വർഷത്തിനിടയ്ക്ക് UDF-നകത്ത് പൊട്ടിത്തെറികളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, പ്രതിബന്ധങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഘടകകക്ഷികളെ ഒരുമിച്ച് കോർത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കഴിവാണ്. അത്തരത്തിൽ വലിയ മികവാർന്ന ഒരു പ്രവർത്തനം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശൻ കാഴ്ചവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മെറിറ്റ്. അതിനും അപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ VD സതീശന് അനുകൂലമായി തെരുവുകളിൽ നടത്തിയ പ്രകടനങ്ങളായിരുന്നു. ആ പ്രകടനങ്ങൾ കേരളത്തിൽ എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നു. അതിനുപരിയെല്ലാം തന്നെ ഫ്ലെക്സുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് VD സതീശന് അനുകൂലമായി നീങ്ങിയ ഒരു കാഴ്ചയും കണ്ടതാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെയും പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന നിലയ്ക്ക് ഉയരണം എങ്കിൽ MLA-മാരുടെ പിന്തുണ വേണം. പക്ഷേ ഇവിടെ 3 ഘടകകക്ഷികൾ, അതിൽ ലീഗ് തുറന്നു പറഞ്ഞു നിരീക്ഷകർക്ക് മുന്നിൽ VD സതീശൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തണം എന്നുള്ള ഒരു അഭിപ്രായം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതാണ് VD സതീശന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തലയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ സജീവ ചർച്ചയായി മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് MLA-മാരുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ മറ്റ് പിന്തുണയോ ഒന്നും ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൈമുതൽ എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തന പരിചയം, അതിനും അപ്പുറത്തേക്ക് ചെറിയ പ്രായത്തിൽ 26 വയസ്സുള്ളപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിയായി എത്തപ്പെടുന്നു. K കരുണാകരനോടൊപ്പം പ്രവർത്തിച്ചുള്ള പരിചയം, പാർലമെൻറ്റിൽ പ്രവർത്തിച്ചുള്ള പരിചയം, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയത്തിൻ്റെ അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് വളരെ വലുതാണ്. അതുകൊണ്ട് ഒരു സമവായം എന്ന നിലയ്ക്ക് ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയും പരിഗണിച്ചെന്ന് വരാം. എങ്കിൽ തന്നെയും ഇത്തരം സമവായ ക്രമങ്ങളൊക്കെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആരൊക്കെയാണോ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ നിർദ്ദേശിക്കപ്പെടുന്നത് അതിന് തൊട്ട് പിന്നാലെ മറ്റ് ഒഴിവാക്കപ്പെടുന്ന 2 ആളുകളെയും സംസാരിച്ച് സമവായത്തിൽ എത്തിക്കണമെന്നുള്ളത് ഹൈക്കമാൻഡ് സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു വസ്തുതയാണ്. അത് എങ്ങനെ പരിഗണിക്കപ്പെടാമെന്നുള്ളതൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടത്തും. അത്തരം നീക്കങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ടേം വ്യവസ്ഥ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായില്ല. 1-2 നേതാക്കന്മാർക്ക് 2 ടേമായിട്ട് മുഖ്യമന്ത്രി പദം പങ്കുവച്ച് നൽകുന്ന ഒരു ടേം വ്യവസ്ഥയിലേക്ക് വരാം. കാരണം കർണാടകയിലും അത്തരത്തിൽ ഒരു ടേം വ്യവസ്ഥയൊക്കെ പറഞ്ഞിരുന്നു. ആ ടേം വ്യവസ്ഥ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ഒരു പക്ഷേ ആലോചിച്ചെന്ന് വരാം. പക്ഷേ ഈ ടേം വ്യവസ്ഥ വയ്ക്കുകയാണെങ്കിൽ തന്നെയും അത് ഈ നേതാക്കന്മാർ അംഗീകരിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ടേം വ്യവസ്ഥ കർണാടകയിൽ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇപ്പോഴത് നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടേം വ്യവസ്ഥ ഇവർ അംഗീകരിക്കുമോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നൊരു പദവിയിലേക്ക് ചിലപ്പോൾ ചർച്ചകൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ ഇതിനകത്ത് കടന്നു വരാം. ആ ചർച്ചകളിലൂടെയൊക്കെ ഒരു സമവായത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും താൻ ആലോചിക്കുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VD സതീശൻ. അങ്ങനെയാണെങ്കിൽ VD സതീശൻ്റെ നിലപാട് നിർണായകമാകും. ഒരു പക്ഷേ അദ്ദേഹം മന്ത്രിസഭയിൽ ചേരാതെയും അല്ലെങ്കിൽ വിട്ടു നിന്നുകൊണ്ടുമൊക്കെ പുറത്തേക്ക് മാറി നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കടുത്ത നിലപാടിലേക്ക് VD സതീശൻ പോകും എന്നുള്ളതാണ്
എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ നിർണായകമാണ്. പലതരത്തിലുള്ള സമവായ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും. അതുകൊണ്ടാണ് പല വിവരങ്ങളും പുറത്തു വരാതെ തന്നെ വളരെ കൃത്യമായി സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോടും ഒരു താല്പര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെയും കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചുകൊണ്ടല്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനെല്ലാം ഉപരിയായി കെ.സി. വേണുഗോപാലായിരുന്നു സ്ഥാനാർത്ഥി നിർണയ സമയത്ത് നിർണായക പങ്ക് വഹിച്ചെന്ന ഒരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് പല സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോഴൊക്കെ സാധാരണ കോൺഗ്രസിൽ റിബലുകൾ ഉയർന്നു വരുമെങ്കിലും ഇത്തവണ റിബലുകളുടെ സാന്നിധ്യം ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാം. ഈ ചർച്ചകളെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. വി.ഡി. സതീശന് അനുകൂലമല്ല പ്രതികൂലമാണ് കാര്യങ്ങളെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാകും. കാരണം വി.ഡി. സതീശൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് അപ്പോൾ തന്നെ വ്യക്തമാക്കുകയുള്ളൂ. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഹൈക്കമാൻഡ് കെ.സിയുടെ ഒപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് കെ.സിയെ എത്തിക്കുകയാണെങ്കിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വി.ഡി. സതീശന് വേണ്ടി അണികളടക്കം തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം. ഞങ്ങളെ നയിച്ച നേതാവായിരിക്കണം മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യം അടക്കം ഉയർത്തിയാണ് അവർ പ്രതിരോധം തീർത്തത്. ആ സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് നേരിടുക? തീർച്ചയായും ഇതിപ്പോൾ കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ്. കാരണം പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ കക്ഷികളുടെ അംഗബലം ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ കാരണം. NDAക്ക് അല്ലെങ്കിൽ BJPക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു ശക്തിയായി മാറണം എന്നുണ്ടെങ്കിൽ ഈ പ്രാതിനിധ്യം കൂട്ടണം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ UDFിൻ്റെയും LDFിൻ്റെയും തമ്മിലുള്ള മത്സരം വരുമ്പോൾ കോൺഗ്രസും CPIഎമ്മുമായിട്ടായിരിക്കും മത്സരം. അങ്ങനെ വരുമ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും ആ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകില്ല. പക്ഷേ ഈ കേരളത്തിലേക്ക് ഇത് വരുമ്പോൾ ഇതൊരു അഭിമാന പോരാട്ടമായി മാറപ്പെടും. കാരണം ആലപ്പുഴയിൽ പിടിച്ചെടുത്ത സീറ്റാണ് LDFിൻ്റെ കയ്യിൽ നിന്നും. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിന് പകരം മത്സരിക്കുന്ന ആൾ അവിടെ വിജയം വരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് UDFിന് വലിയ തിരിച്ചടിയായി മാറും. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചാൽ മാത്രമേ കെ.സി. വേണുഗോപാലിൻ്റെ മുഖ്യമന്ത്രിയായി മാറാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ നിർണായകമായ നീക്കങ്ങൾ LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ആ നീക്കങ്ങളെ തടയിടുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം, കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനം ഒറ്റക്കെട്ടായി നടത്തണം. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള പരാജയം കോൺഗ്രസിനുണ്ടാകും. അത് കെ.സി. വേണുഗോപാലിനെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും വളരെ ബുദ്ധിപരമായി നീങ്ങേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതെല്ലാം നോക്കിക്കണ്ടായിരിക്കും ഒരു പക്ഷേ മുഖ്യമന്ത്രി തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുക. നിലവിൽ ഇപ്പോഴും ചർച്ച പുരോഗമിച്ചു വരികയാണ്. ഏകദേശം 6:30 തന്നെ എന്താണ് തീരുമാനം എന്നുള്ള കാര്യത്തിൽ എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്നാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ചർച്ച 1 മണിക്കൂർ കൂടി പിന്നിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ബിനോയ്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് വെച്ചൊരു നിലപാടുണ്ട്, MP-മാർ മത്സരിക്കേണ്ട എന്നൊരു നിലപാട്. ആ നിലപാട് തിരുത്തി കെ.സി. വേണുഗോപാലിനെ വീണ്ടും മത്സര രംഗത്തേക്ക് മുഖ്യമന്ത്രി കസേരയിൽ പ്രതിഷ്ഠിക്കാനായി ഒരു മത്സരം കൂടി നടത്തുമ്പോൾ അത് MP ആണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ നിലവിൽ. അപ്പോൾ കോൺഗ്രസിന്റെ ആ നിലപാടിലല്ലേ മാറ്റം ഉണ്ടാകുന്നത്? തീർച്ചയായും കോൺഗ്രസിൻ്റെ നിലപാടിൽ ഒരു മാറ്റം എന്നുള്ളതാണ്. പക്ഷേ അത് ഹൈക്കമാൻഡും ഇടപെട്ടുകൊണ്ടുള്ള ഒരു നിലപാട് മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യഘട്ടത്തിൽ പാർലമെൻറ്റ് അംഗങ്ങളായ ആളുകൾ കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം AICC തന്നെ എടുത്തിരുന്നു. ആ AICC എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കൂടി ചുമതലയുള്ള രാഷ്ട്രീയകാര്യ സമിതിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഹൈക്കമാൻഡാണ് ഈ തീരുമാനമെടുത്തത്. ഇത്തരത്തിൽ MP-മാർ കേരളത്തിൽ
മത്സരിക്കേണ്ട എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടന്ന്, പ്രത്യേകിച്ചും കെ സുധാകരൻ്റെ കാര്യത്തിലും അടൂർ പ്രകാശിൻ്റെ കാര്യത്തിലും. ഈ രണ്ടുപേരും മത്സരിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോഴേക്കും ഈ കെ.സി. വേണുഗോപാൽ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു മത്സരം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയും എം.പിമാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ എത്തുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വളരെ നേരത്തെ തന്നെ കേരളത്തിലെ ഒരു നീക്കം രഹസ്യമായി നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ LDF സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പക്ഷത്തേക്ക് എത്തിക്കാനുള്ള MLA-മാരെ പോലും അദ്ദേഹം തീരുമാനിച്ചു, പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ ഒരു കൂട്ടായ യത്നത്തിലൂടെ ആരൊക്കെ ഒപ്പം നിർത്തണം, എങ്ങനെയായിരിക്കും MLA-മാർ, ആരെയൊക്കെ ജയിപ്പിച്ചാൽ MLA-മാരാക്കാം, അങ്ങനെ ആകുന്ന MLA-മാർ ഒപ്പം നിൽക്കുമോ എന്ന കൃത്യമായ ഒരു പരീക്ഷണവും പഠനവും നടത്തി അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിയമസഭയിൽ അല്ലെങ്കിൽ നിയമസഭാ സാമാജികരുടെ എണ്ണം എടുക്കുമ്പോൾ കെ.സി. വേണുഗോപാലിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ എന്ന് പറയപ്പെടുന്നത്. നിലവിൽ അത്തരത്തിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ തന്നെയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം സംസ്ഥാനത്ത് നടക്കേണ്ടി വരും. ആ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസ്റ്റീജ് പ്രശ്നമാണ് മുഖ്യമന്ത്രിയെ വിജയിപ്പിച്ച് നിയമസഭയിലെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് അടവുകളും ഉപയോഗിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകും. പക്ഷേ ഒരു മുഖ്യമന്ത്രിയായി മത്സരിക്കുന്ന ആളിനെ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് അവസരം തേടുന്ന ഒരാളിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് CPIM-ൻ്റെ നീക്കം. അത് നേരത്തെയൊക്കെ തന്നെ അത്തരത്തിലൊരു നീക്കത്തിലൂടെ മന്ത്രിയായ ആൾ പരാജയപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതായത് മത്സരത്തിൽ പരാജയപ്പെട്ട ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം, അതായത് കെ.സി. വേണുഗോപാലിന് അനുകൂലമായൊരു നീക്കം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായൊരു കാര്യം. എന്തായാലും അത്തരത്തിൽ ഈ ചർച്ചകളൊക്കെ ഇപ്പോഴും വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ താമസമില്ലാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വലിയ കാലതാമസമില്ലാതെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് അടക്കം ഇന്ന് മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനമാവുകയാണ് എന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ചടങ്ങുകളിലേക്ക് അടക്കം വേഗത്തിൽ മന്ത്രിസഭ രൂപീകരിക്കും. ഉടൻ തന്നെ MLA-മാരുടെ സത്യപ്രതിജ്ഞയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അങ്ങനെ എല്ലാം വേഗത്തിലാക്കാൻ ഉള്ള നീക്കങ്ങൾ KPCCയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിലാണ് ഇപ്പോൾ ചർച്ചകൾ നീണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇനി മറ്റൊരു കടമ്പ മന്ത്രിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഒരു പക്ഷേ നീങ്ങിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. യുവ MLA-മാർ പലരും മന്ത്രിപദം മോഹിക്കുന്നവരാണ്. അവരെ കൂടി ഉൾപ്പെടുത്താൻ കഴിയുമോ, അതല്ല പഴയ ആളുകളെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമോ, ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ തലവേദനയായി മാറപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതേസമയം ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ ആരൊക്കെയായിരിക്കും മന്ത്രിമാരെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിക്കകത്ത് തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഏറെ നിർണായകമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാവുന്നതുപോലെ തന്നെ VD സതീശിനെ അനുകൂലിച്ച് അണികളെല്ലാം തെരുവിലിറങ്ങിയ സാഹചര്യമാണ്. സോഷ്യൽ മീഡിയയിലടക്കം ഹാഷ്ടാഗോടെ VD സതീശിന് വേണ്ടി ജനങ്ങൾ മുറവിളി കൂട്ടുമ്പോൾ ഹൈക്കമാൻഡ് ആർക്കൊപ്പം നിൽക്കുമെന്നത് ഏറെ നിർണായകമാണ്. എന്തായാലും നിർണായക ചർച്ചകൾക്കൊടുവിൽ നമ്മൾക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആരെയായിരിക്കും ഹൈക്കമാൻഡ് നിർണയിക്കുക എന്നുള്ളത്. ഡിബിനോയാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നിർണായക ചർച്ച ഡൽഹിയിൽ തുടരുന്നു. VD സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരാണ് ചർച്ച നടത്തുന്നത്. 3 നേതാക്കളും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ബിനോയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും നിർണായക ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഹൈക്കമാൻഡ് ആർക്കൊപ്പമാണ് എന്നതാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് രാഹുൽ ഗാന്ധി 3 നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ആർക്കായിരിക്കും സാധ്യത എന്നുള്ള കാര്യത്തിലുള്ള ഉത്കണ്ഠ ഇപ്പോഴും നിലനിൽക്കുന്നു. 6:30 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഏകദേശം 2 മണിക്കൂർ സമയം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 3 നേതാക്കന്മാർക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തേക്കുണ്ട്. അതേസമയം ഘടകകക്ഷികൾ ചില നിലപാടുകൾ കടുപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നു.
ചെയ്തത്. പക്ഷേ അത് എത്ര കണ്ട് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുമോ അതല്ല ഹൈക്കമാൻഡ് തീരുമാനത്തിലേക്ക് ഈ നേതാക്കന്മാർക്ക് വഴങ്ങേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിലേക്കുള്ള തീരുമാനം അല്പസമയത്തിനുള്ള അറിയാം. ഒരു പക്ഷേ ഈ ഒരു സമവായത്തിലൂടെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ചും 3 നേതാക്കന്മാരെയും ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയ ദുർഘടമായ ഒരു ജോലിയാണ് ഹൈക്കമാൻഡ് സംബന്ധിച്ചിടത്തോളം. പിന്നെ MLA-മാരുടെ പിന്തുണ ആണ് എന്നുണ്ടെങ്കിൽ തന്നെ അത് KC വേണുഗോപാലിന് അനുകൂലമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് VD സതീശൻ നിലപാട് കടുപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ നിലപാട് കടുപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പക്ഷേ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു പിന്മാറി നിൽക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കാനോ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും. അത്തരത്തിലൊരു സാധ്യതകളിലേക്ക് നീങ്ങുമോ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി നേതാക്കന്മാരുമായിട്ടൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടക്കുന്നത്. എന്തായാലും ഒരു വലിയ താമസമില്ലാതെ ആരാകും മുഖ്യമന്ത്രി കസേരയിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഇപ്പോൾ എന്നോടൊപ്പം ആന്റണി കൂടി ചേരുന്നത്. ആന്റണി ജോർജ്, എങ്ങനെയാണ് ഈ ചർച്ചകളുടെ ഒരു പോക്ക്? തീർച്ചയായും ഇപ്പോൾ 2 മണിക്കൂറുകൾ ഈ ചർച്ച തുടങ്ങിയിട്ട് ആവുകയാണ്. ഏതായാലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതാക്കളെ കണ്ടിട്ടുണ്ട്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് ആ ചർച്ച പൂർത്തിയായിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ നേതാക്കളെ കൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഏതായാലും ഈ കൃത്യമായൊരു വിവരം അവിടെ നിന്ന് നിലവിൽ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അവിടെ വളരെ രഹസ്യാത്മകമായി തന്നെയാണ് ആ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഏതായാലും അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ ഒരു ഫലം എന്താണ് എന്നുള്ളത് ഉടൻ തന്നെ അറിയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപക്ഷെ ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കാവുന്ന ഒരു കാര്യം ഈ MLA-മാരുടെ പിന്തുണ, ഏതാണ്ട് 43-ന് മുകളിൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട്. ഈ MLA-മാരുടെ പിന്തുണ ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഒരു കാര്യമായി മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ ജനവികാരം, അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങളും പരിഗണനയിലേക്ക് വന്നേക്കാം. ഏതായാലും ഈ 3 നേതാക്കളും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിനോട്, രാഹുൽ ഗാന്ധിയോട്, മല്ലികാർജ്ജുൻ ഖാർഗെയോടക്കം പറഞ്ഞിട്ടുണ്ടാകും. അവർ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ച് താൻ പാർട്ടി പറഞ്ഞത് ഇതുവരെ എല്ലാം കേട്ടിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് നിന്നത് എന്നുള്ള കാര്യമടക്കം താനാണ് ഈ പാർട്ടി പറയുന്നത് എല്ലാം അനുസരിക്കാം എന്നുള്ളൊരു നിലപാടിൽ തന്നെ KC വേണുഗോപാൽ നിൽക്കുന്നു. അതേസമയം ആ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നൊരു നിലപാട് കൂടി KC വേണുഗോപാൽ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. VD സതീശനെ സംബന്ധിച്ചും ആ കടുത്ത നിലപാട് തന്നെയാണ് VD സതീശനും തുടരുന്നത് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ നിലപാട് തന്നെ 3 നേതാക്കളും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സമവായത്തിൻ്റെതായ സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ അതിനുള്ള ശ്രമം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരുപക്ഷെ ഈ 3 പേരിൽ ആരെ തീരുമാനിച്ചാലും അത് വലിയ പൊട്ടിത്തെറിയിലേക്കും വലിയ പ്രതിസന്ധിയിലേക്കും നീങ്ങാനുള്ളൊരു സാഹചര്യം തന്നെയാണുള്ളത്. നമ്മൾ അല്പസമയം മുമ്പ് പോലും VD സതീശന് വേണ്ടി സംസ്ഥാനത്ത് വയനാട്ടിൽ പ്രകടനമുണ്ടായി. ഉള്ളിയേരി, കോഴിക്കോട് ജില്ലയിൽ അടക്കം പ്രകടനമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ പ്രകടനമടക്കം തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. സ്വാഭാവികമായും അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. നേതൃത്വം പലകുറി മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അണികൾ കേൾക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഈ ഘട്ടത്തിൽ. ഏതായാലും നിർണായക ചർച്ചകൾ തുടരുമ്പോൾ ആ തീരുമാനം അത് എന്ത് തന്നെയായാലും കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തിന് ശേഷമാണ് UDF-ന് ഇപ്പോൾ ഭരിക്കുന്നതിനുള്ള ഒരു അവസരം കിട്ടുന്നത്. ആ അവസരം കൃത്യമായി വിനിയോഗിക്കുന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ ഒറ്റതിരിഞ്ഞുള്ള പോരാട്ടം അത് എത്ര കണ്ട് യോജിക്കും എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം 102 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത് വോട്ട് ചെയ്ത ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയ തരത്തിലുള്ളൊരു വിയോജിപ്പ് ജനഹിതത്തിന് എതിരാണ് എന്നാണ് ലീഗിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ ലീഗ് ഒരു നിർണായക ശക്തിയായി നിലകൊള്ളുമോ അതല്ല ഘടകകക്ഷികൾ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഹൈക്കമാൻഡ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളിനെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി തീരുമാനിക്കുന്ന ഒരു പതിവുണ്ട്. ആ പതിവിലേക്ക് കടക്കുമോ അതല്ല ഒരു സമവായത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. നിലവിൽ ഇപ്പോഴും ചർച്ച തുടരുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയുമുള്ള ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരായിരിക്കും ഇതിൽ ഇടപെടുക അല്ലെങ്കിൽ ഏത് നേതാവിനായിരിക്കും സാധ്യത എന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത ഇതുവരെയും അറിയാൻ കഴിഞ്ഞില്ല. തികച്ചും വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള ചർച്ച ഡൽഹിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ തന്നെ ഏകദേശം ഒരു 4 മണിയോടുകൂടി തന്നെ രഹസ്യമായൊരു നീക്കങ്ങൾ നടത്തിയിരുന്നു.
ആ നീക്കങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തന്നെയും വളരെ സമയമെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ച ആണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കുമ്പോഴേക്കും ഒരു പക്ഷേ ഘടകകക്ഷികളുടെ കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഇനി ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കാനുള്ള സാധ്യത അങ്ങനെ ഉണ്ടാവുക തീർച്ചയായിട്ടും. തീർച്ചയായും സോണിയാഗാന്ധിയെ കൂടി ഇടപെടുത്തണമെന്നൊരു ആവശ്യം ഉയർത്തുന്നുണ്ട് ഒരു വിഭാഗം എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും പ്രതീക്ഷിക്കുന്നത് സോണിയാഗാന്ധിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. നമ്മൾക്കറിയാം 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആരെ പ്രതിപക്ഷ നേതാവാക്കണം എന്നുള്ള ആ ഒരു ചോദ്യം അന്ന് രമേശ് ചെന്നിത്തലയ്ക്കാണ് പാർലമെന്ററി പാർട്ടിയിൽ മുൻതൂക്കമുണ്ടായത്. പക്ഷേ സോണിയാഗാന്ധിയുടെ നിർണായകമായ തീരുമാനമാണ് വി.ഡി. സതീശനെ അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചത്. അത്തരം ഒരു തീരുമാനം ഒരുപക്ഷെ സോണിയാഗാന്ധിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അത് രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. അതുപോലെ തന്നെ നിലവിൽ വി.ഡി. സതീശനും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് മുന്നിൽ ഇന്നലെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ എത്തിയിട്ടുണ്ട്. MLA-മാരുടേതിനപ്പുറത്തേക്ക് അവർ ഇവിടുത്തെ ഈ സാഹചര്യമടക്കം, അതായത് KC വേണുഗോപാലിനെ എത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ഒന്നല്ല, 2 ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ഒരുപക്ഷെ അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ജനവികാരം കൃത്യമായി വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നിരീക്ഷകർ റിപ്പോർട്ടായി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ച ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. ഒരുപക്ഷെ KCയിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം KC വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ ഏറ്റവും അടുത്ത ആളാണ്. രാഹുൽ ഗാന്ധിയും അടക്കം ഉള്ളവരുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നൊരു ഘട്ടത്തിൽ കേരളത്തിന്റെ പൂർണ്ണ ചുമതലയുമായി ഏതാണ്ട് 21 ദിവസത്തോളമാണ് KC വേണുഗോപാൽ ഇവിടെ തുടർന്നത്. സ്വാഭാവികമായും ദേശീയ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത്തരത്തിൽ തുടരണമെങ്കിൽ അതിന് രാഹുൽ ഗാന്ധിയുടെ അടക്കം ഒരു മൗനാനുവാദം അല്ലെങ്കിൽ ഒരു അനുവാദമുണ്ട്. അത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള KCയുടെ വരവിനുള്ള ഒരു വഴി കൂടിയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അത്തരത്തിൽ KC നേരത്തെ തന്നെ മുഖ്യമന്ത്രി പദം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ വി.ഡി. സതീശന് അനുകൂലമായ ഒരു ജനവികാരം ഉയർന്നു വരുന്നത്. ഏതായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് തന്നെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമോ എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് അടക്കം നേരത്തെ തന്നെ കൃത്യമായ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. വി.ഡി. സതീശൻ തന്നെ വേണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് പറയുന്നത്. ഈ നിലപാട് ഘടകകക്ഷികളുടെ നിലപാട് കൂടി പരിഗണിക്കുമോ എന്നുള്ളതാണ്. ഏതായാലും ഘടകകക്ഷികളെ തള്ളിക്കൊണ്ട് ഹൈക്കമാൻഡിന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. മുസ്ലിം ലീഗിന്റെ കാര്യം പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം വയനാട് മണ്ഡലത്തിലെ MP ആണ്. വയനാട്ടിൽ ഈ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിനെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അത്തരത്തിൽ കോൺഗ്രസിന് കഴിയില്ല. പ്രിയങ്ക ഗാന്ധിക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത തവണ രാഹുൽ ഗാന്ധിക്ക് ഇവിടേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ നിൽക്കുന്ന റായ്ബറേലി മണ്ഡലം ഇനി അടുത്ത തവണ സേഫ് ആകാനുള്ള സാധ്യത കുറവാണ്. സ്വാഭാവികമായും അടുത്ത ഒരു വരവ് വീണ്ടും ഒരുപക്ഷെ വയനാട്ടിലേക്ക് വരേണ്ടി വന്നാൽ അന്ന് ഈ ലീഗുമായി പിണങ്ങി ഇത്തരത്തിലൊരു നിലപാടെടുത്താൽ അത് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. അത് പരിഗണിക്കുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും വിവിധ ഘടകങ്ങൾ ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഏതായാലും പ്രഖ്യാപനം ഇനി വൈകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. എത്രയും വേഗം തന്നെ ആ പ്രഖ്യാപനം വേണം എന്ന നിലപാടിൽ തന്നെ ആ നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും പ്രതിസന്ധി എന്ന് പറയുന്നത് ക്ലെയിമുമായി 3 നേതാക്കളും നിൽക്കുന്നു. ഒരാൾ പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നതാണ് ഈ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 102 സീറ്റുമായി അധികാരത്തിൽ വന്ന ശേഷവും ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ആ ഒരു പോര് തുടരുന്ന ഒരു ഘട്ടത്തിൽ ഹൈക്കമാൻഡ് മാത്രമാണ് ഇനി അതിലൊരു തീരുമാനം എടുക്കുക. ഏതായാലും നേതാക്കൾ ആവർത്തിച്ചു പറയുന്നുണ്ട് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് പുറത്തു പറയുമ്പോഴും ആ തീരുമാനം എന്തായാലും അത് അണികളെ അടക്കം ബോധ്യപ്പെടുത്തുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് ഈ സമീപ ദിവസങ്ങളിലെ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് തെരുവ് യുദ്ധത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി കാണുന്നത്. ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറുന്നു, കരിയോയിൽ ഒഴിക്കുന്നു, അങ്ങനെ പ്രകടനങ്ങളായി മുന്നോട്ട് പോകുന്ന കാഴ്ചയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഇനി ഉപതെരഞ്ഞെടുപ്പ് വരേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായാൽ അത് തിരിച്ചടിയാകും. ഏതായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഏതായാലും ഇന്ന് തന്നെ ആ തീരുമാനം ഉണ്ടാകാമെന്നാണ് കരുതുന്നത്. അല്ലേ ബിനോയ്?
തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കാരണം അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിമാരായിട്ട് ചുമതലയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ചുമതലയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. നാളെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്നു. ഇതിനിടയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഒരു മുഖ്യമന്ത്രിയെ അധികാരത്തിലെത്തിക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെ ഘടകകക്ഷികൾ വിലയിരുത്തും. അത് മറ്റൊരു തരത്തിൽ അത് ദോഷകരമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഒരു സമവായത്തിലൂടെ ഒരു പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും ഇനി ഒരു കോൺഗ്രസ് നേതാക്കന്മാരുടെ നീക്കം. അങ്ങനെ ഒരു സമവായ നീക്കം എന്തായിരിക്കും? അത് അങ്ങനെയാണെങ്കിൽ ആ സമവായ നീക്കത്തെ ഈ നേതാക്കന്മാർ അംഗീകരിക്കുമോ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ചയായി മാറുന്നത്. എന്തായാലും വി.ഡി. സതീശൻ ആ നിലപാടിൽ നിന്നും അല്പം പോലും പിന്നോട്ട് പോയിട്ടില്ല. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. കാരണം കഴിഞ്ഞ ഒരു വർഷമായി കോൺഗ്രസിനെ പരിപൂർണമായി വിജയത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുകയും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എന്തൊക്കെ മാർഗ്ഗങ്ങൾ ഉണ്ടാകണമെന്ന തരത്തിൽ അദ്ദേഹം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തരത്തിലുള്ള നീക്കത്തെക്കുറിച്ച് പോലും അദ്ദേഹം തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. അത്തരത്തിലൊരു നീക്കത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഈ തരത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ചർച്ചകൾ അത് നീണ്ടുപോകുന്നത്. അതൊരു വലിയ തരത്തിൽ ചർച്ചയായി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇത് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഘടകകക്ഷികൾക്കുമുണ്ട്. എന്തായാലും വലിയ താമസമില്ലാതെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. നേരത്തെ ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഘടകകക്ഷികളെ ഒന്ന് ചൊടിപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസിന് ചില സ്ഥലങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ഇപ്പോൾ വലിയ തരത്തിൽ നേട്ടം കൊയ്തിരിക്കുന്നത് ലീഗിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസിന് അത്തരത്തിലൊരു നേട്ടത്തിൽ എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. കോഴിക്കോടും മലപ്പുറത്തും അതുപോലെ തന്നെ കാസർഗോഡുമൊക്കെ വലിയ തരത്തിൽ അനുകൂലമായൊരു തരംഗം UDF ഉണ്ടായെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ പ്രവർത്തനം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ ലീഗ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ചില ന്യൂനപക്ഷ സംഘടനകൾ ഉൾപ്പെടെ കെ സിക്കപ്പുറത്തേക്ക് വി.ഡി. സതീശനോട് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. അത് നമുക്ക് കാണാൻ കഴിഞ്ഞതുമാണ്. നിലമ്പൂർ തൊട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ നേട്ടം കൊയ്തെങ്കിൽ അന്ന് അടുത്ത വി.ഡി. സതീശൻ എടുത്ത നിലപാടുകൾ വളരെ കർക്കശമായിരുന്നു. ആ നിലപാടുകളൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായാലും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ഒപ്പം തന്നെ സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഘടകകക്ഷികളെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വലിയ തരത്തിൽ വി.ഡി. സതീശൻ ശ്രമിച്ചിരുന്നു. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഒരു സഹായകരമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും ചർച്ചകൾ വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്നു. സാധാരണ 10-15 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുന്ന പതിവ് ആണുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ വിരുദ്ധമായിട്ട് ഇത്രയധികം ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ആരെ മുഖ്യമന്ത്രിയാക്കണം അല്ലെങ്കിൽ ആരെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരാതെ ചർച്ചകളിലൂടെ മുന്നോട്ട് പോവുകയാണ് കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളെയാണ് തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ. അവിടെ ഭൂരിപക്ഷമില്ലാതിരുന്ന വിജയ് പോലും മറ്റ് ഘടകകക്ഷികളെ മറ്റ് വിഭാഗങ്ങൾക്കൊപ്പം നിന്ന ഘടകകക്ഷികളെ ഒപ്പം വിളിച്ച് ചേർത്തുകൊണ്ട് ആണ് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ വിവരങ്ങൾ അറിയാൻ കഴിയും. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം വി.ഡി. സതീശൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ചില വിവരങ്ങൾ വരുമ്പോൾ പറവൂർ വേണമെങ്കിൽ ഒഴിയാമെന്നുള്ളൊരു കാര്യം വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. KC പറവൂരിൽ മത്സരിക്കട്ടെ എന്നുള്ളൊരു കാര്യവും കൂടി ഇപ്പോൾ വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഈ യോഗത്തിൽ രാഹുൽ ഗാന്ധിയോട് ഉന്നയിച്ചു എന്നുള്ള തരത്തിലാണ് വരുന്നത്. ഏതായാലും കടുത്ത നിലപാട് വി.ഡി. സതീശൻ തുടരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ പടയാളിയായി തുടരാമെന്നുള്ള ഒരു കാര്യം വി.ഡി. സതീശൻ അറിയിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഏതായാലും കടുത്ത നിലപാട് വി.ഡി. സതീശൻ ഇപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു മറിച്ച് തീരുമാനമുണ്ടായാൽ സ്വാഭാവികമായും വലിയ പൊട്ടിത്തെറി തന്നെ കോൺഗ്രസിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയല്ലേ ബിനോയ്? തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഭൂരിപക്ഷം, അതായത് 102 MLA-മാരെയാണ് നിയമസഭയിൽ UDF എത്തിക്കാൻ കഴിഞ്ഞത്. അതിൽ നിർണായകമായ ഒരു ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട്. അത്രയും ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായിട്ട് പോലും അതിനെ കൃത്യമായ തരത്തിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നൊരു ധാരണയിലേക്ക് ഇത്ര ദിവസമായിട്ടും എത്തിച്ചേരാൻ കഴിയാത്തത് കോൺഗ്രസിനകത്തുള്ള ഒരു വീഴ്ചയായിട്ട് തന്നെ വേണം
കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾ നീണ്ടുപോകുന്നതും. ഇനിയുള്ള സമയങ്ങളിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ഉത്കണ്ഠയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി 3 നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിലാണ് വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിനപ്പുറം മറ്റൊന്നും തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ 5 വർഷമായി വി.ഡി. സതീശൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഭാവിയിലെ മുഖ്യമന്ത്രിയുടെ നിലയിൽ കേരളത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാക്കുകൾ പാലിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കണം എന്നൊരു താല്പര്യം അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലുള്ളവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വി.ഡി. സതീശനെ ഒഴിവാക്കിക്കൊണ്ട് കെ.സി. വേണുഗോപാലിനെയോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കകത്ത് തന്നെ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മത്സരിക്കുന്നതിന് വേണ്ടി ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ അത് തൻ്റെ സ്വന്തം മണ്ഡലമായ പറവൂർ മണ്ഡലം ഒഴിഞ്ഞു കൊടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറവൂർ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കും. അതിൻ്റെ അർത്ഥം കോൺഗ്രസിൽ നിന്ന് പോലും മാറി നിൽക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു വി.ഡി. സതീശൻ എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇത്തരത്തിൽ അദ്ദേഹം പറയുന്നത്. സ്വന്തം മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ച് മറ്റൊരാൾക്ക് മത്സരിക്കുന്നതിന് വേണ്ടി അവസരം നൽകാൻ വി.ഡി. സതീശൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2001 മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നിയമസഭയിലെത്തി നിയമസഭയിൽ ഒരു നിയമസഭാ സാമാജികനായി പ്രവർത്തിക്കുന്ന ഒരാൾ, മുഖ്യമന്ത്രി പദം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ സ്വന്തം മണ്ഡലം ഒഴിഞ്ഞ് അവിടുത്തെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മത്സരിക്കാൻ അവസരം നൽകാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു സൂചന എന്ന് വേണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ കൈവശമാണുള്ളത്. ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ നിർണായകമായിരിക്കും. പക്ഷേ ആ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിലുണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി ചെറുതായിരിക്കത്തില്ല. ഘടകകക്ഷികൾക്ക് മുന്നിൽ പല കാര്യങ്ങളും പറഞ്ഞ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും. മാത്രവുമല്ല, ഇനി വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുണ്ട്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് അത് നിർണായകമായ ഒരു കാര്യമായി മാറും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കനത്ത തിരിച്ചടിയായി മാറും. അതിനെല്ലാം ഉപരിയായി കെ.സി. വേണുഗോപാൽ പാർലമെൻറ്റ് സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയായാൽ വീണ്ടും അദ്ദേഹത്തിന് നിയമസഭയിലെ സാന്നിധ്യം അറിയിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. ആ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയായ മത്സരവും വാശിയേറിയ മത്സരവും ഉണ്ടാകും. അപ്പോൾ എന്തായിരിക്കും നിലപാട്? ഇതെല്ലാം കോൺഗ്രസിന് ആലോചിക്കേണ്ടി വരും. പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷേ അതിന് പിന്നാലെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വലുതാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ അറിയാം. ഒരു പക്ഷേ അതെല്ലാം ഈ നിരീക്ഷകർ ഒരു പക്ഷേ നേതൃത്വത്തെ അറിയിച്ചു കാണും. കാരണം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ജനവികാരം, ഈ ഭരണവിരുദ്ധതയില്ല, ഒരു ജനവികാരം വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസിന് വോട്ട് നൽകുന്നു. ആ വോട്ട് ആണ് ഇത്രയും ആളുകൾക്ക് വിജയിക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. ആ ജനവികാരം തിരിച്ചും സംഭവിക്കാം എന്നുള്ളൊരു ബോധം കൃത്യമായും ഈ നിരീക്ഷകർ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കാണും ഈ ഹൈക്കമാൻഡിനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കുമോ അല്ലെങ്കിൽ സമവായത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഏതായാലും ഈ വി.ഡി. സതീശൻ കടുത്ത നിലപാട് തുടരുന്ന സാഹചര്യം തന്നെ തുടരുന്നു. ഏതായാലും സംസ്ഥാന വ്യാപകമായി വി.ഡി. സതീശനായി പ്രകടനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിയാകാനില്ല എന്നുള്ള നിലപാട് തന്നെയാണ് വി.ഡി. സതീശൻ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചകൾ തുടരുകയാണ്. 3 നേതാക്കളും കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും മുന്നോട്ട് തന്നെ നിൽക്കുകയാണ്. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ്. മുഖ്യമന്ത്രി കസേര തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും ഉടൻ തന്നെ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും ആ തീരുമാനം കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഒരു കെ.സി. വേണുഗോപാലോ അല്ലെങ്കിൽ മറ്റൊരു ഈ തീരുമാനം ആർക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്താലും അത് എതിർവിഭാഗത്തെ ചൊടിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്കറിയാവുന്നതുപോലെ മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. അശോക് ഗെഹ്ലോട്ടിന്റെ രാജസ്ഥാനിൽ കൊണ്ടുവന്നതും സച്ചിൻ പൈലറ്റിനെ ഒഴിവാക്കിയതും ഒക്കെ അവിടെ ഭരണം പോകുന്നതിലേക്ക്
നയിച്ചു. മധ്യപ്രദേശിൽ കമൽനാഥിനെ, ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പകരം കമൽനാഥിനെ കൊണ്ടുവന്നതും ഒക്കെ ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങളായിരുന്നു. അതിനൊക്കെ വലിയ വില നൽകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായതും ഹൈക്കമാൻഡിന്റെ മുന്നിലും കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലും ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം കോൺഗ്രസ് എടുക്കുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ പ്രഖ്യാപനം ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാ നേതാക്കളും ഉണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതാക്കളെ രാഹുൽ ഗാന്ധി കണ്ടു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഏതായാലും ആ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടായേക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, അതുതന്നെയാണ്. മുഖ്യമന്ത്രി ചർച്ച പുരോഗമിക്കുകയാണ്. ഡി ബിനോയും ആന്റണിയുമാണ് വിവരങ്ങൾ നൽകിയത്.
എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നിർണായക ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരാണ് നിലവിൽ ചർച്ച നടത്തുന്നത്. മൂന്ന് നേതാക്കളും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡി ബിനോയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും ചർച്ച പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിലപാടിൽ അയവില്ലാതെ നേതാക്കളും ഇരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം എപ്പോൾ ലഭ്യമാകും? നിലവിൽ ചർച്ച ഏകദേശം അവസാന ഘട്ടത്തിലായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ഇതിനകത്ത് 2-3 വസ്തുതകളുണ്ട്. കാരണം വി.ഡി. സതീശൻ അല്ലെങ്കിൽ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും അയഞ്ഞ ഒരു സമീപനത്തിലേക്ക് പോയിട്ടില്ല. മുഖ്യമന്ത്രി പദത്തിനപ്പുറം മറ്റൊന്നും താൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടിൽ വി.ഡി. സതീശൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം കിട്ടുന്ന വിവരം. അതല്ല, തന്നെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാം, പകരം പറവൂരിൽ കെ.സി. വേണുഗോപാൽ അവിടെ മത്സരിച്ച് നിയമസഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കട്ടെ എന്നൊരു നിലപാട് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് ഘടകകക്ഷികൾ അംഗീകരിക്കില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാകുമ്പോഴേക്കും കാര്യങ്ങൾ മാറിമറിയും. കാരണം 2 ഉപതെരഞ്ഞെടുപ്പുകളാണ് ഒരേ സമയം വരേണ്ടത്, പാർലമെൻറ്റിലേക്കും ഒപ്പം തന്നെ നിയമസഭയിലേക്കും. അപ്പോൾ ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും കാര്യങ്ങൾ മാറിമറിയും. ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ചില സ്ഥലങ്ങളിലൊക്കെ അനിവാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. അങ്ങനെ വടക്കൻ കേരളത്തിൽ ലീഗിൻ്റെ പിന്തുണ കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജസ്ഥാനിലും അതുപോലെ തന്നെ കർണാടകയിലുമൊക്കെ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ പ്രതിസന്ധി കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. കർണാടകയിലേക്ക് എത്തുമ്പോഴേക്കും സിദ്ധരാമയ്യയും ഒപ്പം തന്നെ DK ശിവകുമാറിനെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരുപോലെ തന്നെ പരിഗണിക്കപ്പെടുകയും അതിനപ്പുറം DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുകയും അദ്ദേഹം അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ തന്നെയും അവസാനം ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് അതിൽ നിന്നും പിന്മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും നിലവിൽ ഇപ്പോഴും ഉപമുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് DK ശിവകുമാർ അവിടെ തന്നെ തുടരുന്നു. അദ്ദേഹത്തിന് ഒരു അവസരം നൽകിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും വി.ഡി. സതീശൻ്റെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ കേരള നേതാക്കന്മാരുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ, ടേം വ്യവസ്ഥ വരികയാണെങ്കിൽ അത് വി.ഡി. സതീശൻ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആദ്യം കിട്ടിയ അവസരം അത് പിന്നീട് മറ്റൊരാൾക്ക് കൈമാറി കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ ഒരു ഉദാഹരണമായി നിലനിൽക്കുന്നു, പ്രത്യേകിച്ചും കർണാടകയുടെ കാര്യത്തിൽ. അതുകൊണ്ട് കർണാടകയിലെയും രാജസ്ഥാനിലും ഒക്കെ തന്നെ ഇത്തരം പ്രതിസന്ധികളുണ്ടായപ്പോൾ നേതാക്കന്മാർക്കിടയിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. അത്തരം പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ കാര്യങ്ങൾ നീങ്ങുമോ, അതല്ലെങ്കിൽ ആ പ്രതിസന്ധി പരിഹരിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു മുഖ്യമായ പ്രശ്നം. എന്തായാലും ഈ വളരെ വേഗത്തിലല്ലായിരുന്നു കെ.സി. വേണുഗോപാലിൻ്റെ കരുനീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇത്രയധികം MLA-മാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിന് അനുകൂലമായി കിട്ടിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വളരെ വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു. 2 ടേം, അതായത് 10 വർഷം LDF സർക്കാർ ഭരിച്ചതിന് തൊട്ട് പിന്നാലെ ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന ചില പ്രാദേശികവും ഒപ്പം തന്നെ ജില്ലാതലവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ CPM-ന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ തരത്തിൽ കോൺഗ്രസിനും UDF-നും അനുകൂലമാകാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും കൂടുതൽ സീറ്റുകൾ UDF-ന് അനുകൂലമായി ലഭിക്കും. ആ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ UDF-ന് മുൻഗണന കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും കേരളത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ കേരളത്തിലെത്തിയാൽ മുഖ്യമന്ത്രിക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. കാരണം പ്രത്യേകിച്ച് അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ കൂടിയാണ് കെ.സി. വേണുഗോപാൽ. ആ കെ.സി. വേണുഗോപാലിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം എന്നൊരു കാര്യം മുന്നോട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പക്ഷേ ഹൈക്കമാൻഡ് പിന്മാറില്ല എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് കേരളത്തിൽ നിന്നുള്ള വിയോജിപ്പ് ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആ വിയോജിപ്പ് 2 തരത്തിലായിരുന്നു. ഒന്ന് വി.ഡി. സതീശനും മറ്റൊന്ന് രമേശ് ചെന്നിത്തലയും. വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം MLA-മാരുടെ പിൻബലത്തിനും ഉപരിയായി അദ്ദേഹത്തിനുള്ള ജനപിന്തുണയാണ് ഒരു പ്രധാന കാര്യമായി ഉയർത്തി കാണിക്കുന്നത്. അതിനുമപ്പുറം ഘടകകക്ഷികളുടെ പിന്തുണ, ഈ 2 പിന്തുണ ഉണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭരണരംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ഉള്ള പരിചയം, ഈ 2 തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് നിൽക്കുമ്പോൾ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഒരു
ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇവിടെ വലിയ തരത്തിൽ ഒരു പ്രവർത്തന പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ടൂറിസം ദേവസ്വം മന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിനപ്പുറത്തേക്ക് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിർണായകമായൊരു സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും പാർലമെൻറ്റ് അംഗമായിരുന്നു. ഇങ്ങനെ പോകുന്നതിനിടയിൽ ആണ് അദ്ദേഹം വീണ്ടും കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തപ്പെടുന്നത്. പക്ഷേ ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ എത്ര കണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ അംഗീകരിക്കപ്പെടും, അല്ലെങ്കിൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഏത് തരത്തിലൊരു നിലപാടായിരിക്കും എത്തുക എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കിയതും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഘടകകക്ഷികളുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്ക് പിന്നിൽ ഒരിക്കലും കീഴടങ്ങി പോകേണ്ടത് ഇല്ല എന്നൊരു നിലപാട് ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷേ കെ സി വേണുഗോപാലിന് അനുകൂലമാകാം. അങ്ങനെ അനുകൂലമായാൽ തന്നെയും വി ഡി സതീശൻ പിന്മാറുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും വി ഡി സതീശൻ നിലപാട് ഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പദത്തിനപ്പുറം മറ്റൊന്നും താൻ മുന്നോട്ട് വയ്ക്കുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രി പദം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജി ഉൾപ്പെടെയുള്ള നിർണായകമായ തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെയല്ലേ ആന്റണി സർ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വി ഡി സതീശൻ ആ യോഗത്തിൽ അത് വ്യക്തമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പറവൂർ ഒഴിയാം, കെ സി അവിടെ മത്സരിക്കട്ടെ എന്നുള്ളൊരു നിലപാട് വി ഡി സതീശൻ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വി ഡി സതീശൻ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം വ്യക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് വി ഡി സതീശൻ ആണ്. അദ്ദേഹം ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. 100 സീറ്റ് എന്നുള്ള വാഗ്ദാനം പാലിച്ചു. അതോടുകൂടി ക്ലൈമിൻ്റെ ശക്തി കൂടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഏതായാലും അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ വി ഡി സതീശൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഘടകകക്ഷികളുടെ പിന്തുണ വി ഡി സതീശനെ സംബന്ധിച്ചുണ്ട്. കേവലം നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ വി ഡി സതീശൻ പക്ഷം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. കേവലം MLA-മാരുടെ മാത്രം പിന്തുണ കണക്കാക്കരുത്, ജനവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായമൊക്കെ കേൾക്കണം എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ അവർ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യവും കൂടിയാണ്. ഏതായാലും വി ഡി സതീശൻ പിന്നോട്ട് പോകാൻ തന്നെ ഇല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ കെ സിയും നിൽക്കുന്ന ഒരു സാഹചര്യം. MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട്. താൻ തന്നെയാണ് ഇതിന് യോഗ്യൻ എന്ന നിലപാടിൽ കെ സി വേണുഗോപാൽ നിൽക്കുന്നു. സീനിയോറിറ്റി എന്ന കാര്യം ഉയർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയിൽ നിൽക്കുമ്പോൾ ഇതാ ചർച്ച 2.5 മണിക്കൂറുകളിലേക്ക് എത്തുകയാണ്. 4 മണിയോടുകൂടിയാണ് ചർച്ച ഈ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ തുടങ്ങിയത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അതുപോലെ തന്നെ കേരളത്തിലേക്ക് എത്തിയ ഹൈക്കമാൻഡ് നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക്ക്, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കമുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഓരോ നേതാക്കളുമായും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സമവായത്തിലെത്താതെ എന്ത് പ്രഖ്യാപനം എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെ ഏകപക്ഷീയമായൊരു പ്രഖ്യാപനം ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ഇങ്ങനെ വി ഡി സതീശനെ തള്ളിക്കൊണ്ട് കെ സിയെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കെ സിയെ തള്ളിക്കൊണ്ട് വി ഡി സതീശനെ പ്രഖ്യാപിക്കാൻ കഴിയുമോ, ഇരുവരെയും തള്ളിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നേതാക്കളാണ് 3 പേരും. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് ഇന്ന് തന്നെയായ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുമോ എന്നുള്ള ഒരു പ്രതിസന്ധി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു. കാരണം ഈ ചർച്ച എങ്ങും എത്തുന്നില്ലാത്ത ഒരു നിലപാട് കൂടിയുണ്ട്. മാത്രമല്ല ഹൈക്കമാൻഡിന് മുന്നിൽ കുറെ റിപ്പോർട്ടുകൾ കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ നിരീക്ഷകരുടെ റിപ്പോർട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ മറ്റ് സാഹചര്യങ്ങളൊക്കെ ഹൈക്കമാൻഡ് സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ പരിഗണിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളൊക്കെ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് പല റിപ്പോർട്ടുകളായി എത്തിയിട്ടുണ്ടാകും. ഇതെല്ലാം പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത്. ഏതായാലും ഉടൻ തന്നെ ഒരുപക്ഷെ ഇന്ന് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ രാത്രി വൈകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഒരു 2.5 മണിക്കൂറിലേക്ക് ഈ ചർച്ച എത്തുമ്പോൾ അവിടെ ഒരു തരത്തിലുമുള്ള സമവായത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും അവിടെ നിന്ന് നേതാക്കൾ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെയുള്ള നീക്കമാണ് നടക്കുന്നത്. കാരണം നാളെ നേതാക്കൾ ആരും തന്നെ ഡൽഹിയിൽ ഉണ്ടാകില്ല. തമിഴ്നാട്ടിൽ TVKയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസമാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ളവർ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി രാവിലെ തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് തന്നെ ഈ ചർച്ചകൾ തീർക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഒരാഴ്ചയാവുകയാണ് ഈ വോട്ടെണ്ണൽ പൂർത്തിയായി ഫലം പ്രഖ്യാപിച്ചിട്ട്. ഇത്രയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സമയം നീട്ടുന്നത് അത് വലിയ ജനവികാരം തന്നെ എതിരാക്കാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല ഇതിനോടകം തന്നെ ഈ തമ്മിലടിയിൽ ഘടകകക്ഷികൾക്കടക്കം വലിയ അതൃപ്തിയുണ്ട്. RSP കഴിഞ്ഞ ദിവസം ഇത് കേന്ദ്ര നിരീക്ഷകരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എപ്പോഴുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അറിയേണ്ടത്. അല്ലെങ്കിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്.
മൂന്ന് നേതാക്കളും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ലീഗിന്റെ അടക്കം ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ഇവർ സ്വീകരിക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഏതായാലും വി ഡി സതീശനായി പ്രകടനങ്ങൾ ഇപ്പോൾ ശക്തമായി തന്നെ പലയിടങ്ങളിലും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ആഹ്ലാദ പ്രകടനത്തിന് KC പക്ഷവും തയ്യാറായി തന്നെ നിൽക്കുകയാണ്. എല്ലാ പക്ഷങ്ങളും ഒരു തീരുമാനം വരുമ്പോൾ അതിനെ ആഘോഷിക്കാമെന്നുള്ള തീരുമാനത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധിക്കാമെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർ KC വരികയാണെങ്കിൽ സ്വാഭാവികമായും തോൽപ്പിക്കുമെന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരുപാട് പേര് നിലവിലുണ്ട്. പാർലമെന്റ് സീറ്റ് ഒരുപക്ഷെ അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ നിയമസഭാ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ്. കർണാടകയിൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കി അവിടെ DK ശിവകുമാറിന് ഉപമുഖ്യമന്ത്രിയാക്കി ഒരു ഫോർമുല കൊണ്ടുവന്നു. പക്ഷെ അതിനന്ന് അവർ വഴങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ സംസ്ഥാനത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരും ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. ഏതായാലും അതിനെ എങ്ങനെ ഹൈക്കമാൻഡ് നേരിടുമെന്നുള്ളത് തന്നെയാണ് ഇനിയും അറിയേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും വലിയ തരത്തിൽ ചർച്ചകൾ നീണ്ടുപോകുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും കിട്ടുന്ന, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. നേരത്തെ 6.5 മണിക്കുള്ളിൽ തന്നെ ചർച്ചകൾ പൂർത്തിയാക്കിയ നേതാക്കന്മാർക്ക്, അതായത് പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് മറ്റ് പരിപാടികൾ പങ്കെടുക്കാൻ പോകണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ പക്ഷേ ആരും പുറത്തേക്ക് പോയിട്ടില്ല. ചർച്ചകൾ തുടരുന്നു. ഒരു നീണ്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം പിടിവാശി അവിടെ അവസാനിക്കുന്നില്ല. പ്രത്യേകിച്ചും വി ഡി സതീശൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി പദത്തിനപ്പുറം മറ്റൊന്നും തന്നെ സ്വീകരിക്കില്ല നിലപാട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ ഈ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തേക്ക് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തേണ്ട ഒരു സാഹചര്യം വരും. നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. 2011 അദ്ദേഹത്തിന് അനുകൂലമായി മുഖ്യമന്ത്രി പദം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് വലിയ തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദം, അതായത് ഹൈക്കമാൻഡിൻ്റെയും അതിനപ്പുറത്തേക്ക് നേതാക്കന്മാരുടെ സമ്മർദ്ദം ഉണ്ടായതിനു ശേഷം അന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദം സ്വീകരിക്കുന്നതിന് പകരം ഉമ്മൻചാണ്ടിക്ക് അവസരം നൽകിക്കൊണ്ട് മാറി നിന്നു. അത് തന്നെ 2021 ആകുമ്പോഴേക്കും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് പാർലമെന്ററി പാർട്ടി അണികളുടെ പിൻബലമില്ലായിരുന്നിട്ട് പോലും വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. ഇത്തരം കാര്യങ്ങളിലൊക്കെ 2 പ്രാവശ്യം താൻ ഒഴിഞ്ഞു മാറി നിന്നു കൊടുത്ത ഒരു രീതി ഉണ്ടായിരുന്നു. ആ ഒരു രീതി ഇനി തുടരാനാകില്ല. തനിക്കും അവസരം നൽകണം എന്ന് തന്നെ രമേശ് ചെന്നിത്തല ഉറപ്പിച്ചു പറയുന്നു. ആ നിലപാട് കടുപ്പിച്ച് നിൽക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിൻ്റെ കാര്യം കൂടി അദ്ദേഹം പുറത്തു പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ സൈക്കിൾ ചവിട്ടി KSU പ്രവർത്തനം നടത്തിയ നേതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേജ് വരുന്ന വിവരങ്ങളടങ്ങിയ ഒരു പത്രക്കുറിപ്പ് പോലും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു, അല്ലെങ്കിൽ ഒരു പത്രം പേജ് പോലും പുറത്തുവിട്ടിരുന്നു. അത് ഡൽഹിയിൽ ഉൾപ്പെടെ പരക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം വിളിച്ചു പറയുന്നതായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം വിളിച്ചു പറയുന്നതായിരുന്നു. അങ്ങനെ അദ്ദേഹവും മുഖ്യമന്ത്രി പദത്തിന് നേരത്തെ തന്നെ ചില നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ എല്ലാ നേതാക്കന്മാരും ഇതിനകത്ത് 3 പേരും കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം എന്ന നീക്കം നേരത്തെ തന്നെ നടത്തിയവരായിരുന്നു. വി ഡി സതീശനായാലും ഒപ്പം തന്നെ KC വേണുഗോപാലായാലും അതിനപ്പുറത്തെ രമേശ് ചെന്നിത്തലയായാലും 3 പേരുടെയും കണ്ണ് മുഖ്യമന്ത്രി പദത്തിലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നീക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇവിടെ ഘടകകക്ഷികൾ എന്താണ് തീരുമാനിക്കുകയെന്ന് ചോദിച്ചാൽ ആ നിർദ്ദേശം കണക്കിലെടുക്കുമ്പോഴേക്കും ഘടകകക്ഷികളുടെ പൂർണ്ണ പിന്തുണ ഇപ്പോൾ വി ഡി സതീശന് അനുകൂലമാണ്. അങ്ങനെ കൂടി പിന്തുണ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് മറ്റൊരു വിഷമഘട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. ആ വിഷമഘട്ടം എന്ന് പറയുമ്പോഴേക്കും വി ഡി സതീശൻ തന്റെ നിലപാട് ഘടിപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പദത്തിനപ്പുറം മറ്റൊന്നും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിനെല്ലാം ഉപരിയായി അദ്ദേഹത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ച് തെരുവിൽ വലിയ തരത്തിലുള്ള പ്രകടനങ്ങൾ സംഘടിപ്പിച്ച ഒരു ജനാവലിയുണ്ട്. ആ ജനാവലിയോട് എന്നും മറുപടി നൽകണം എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി ഹൈക്കമാൻഡിന് മുന്നിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുന്നിലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലൂടെ അവർക്ക് മറുപടി നൽകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതിനെല്ലാം ഉപരിയായി AICC ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോഴേക്കും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയുടെ ചുമതലയുള്ള ആളാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന ഒരു ആൾ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളിനും കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം എന്നൊരു താല്പര്യം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ നേതാക്കളുടെ പ്രവർത്തനം നിലയിൽ വലിയ തരത്തിലുള്ള അവർക്ക് മുൻതൂക്കമുണ്ട്. പക്ഷേ ഇതിൽ ആരെ തിരഞ്ഞെടുക്കാൻ കഴിയും, ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം ഉയരുന്നത്. കേരളത്തിൽ
കേരളത്തിൽ ഒരു പക്ഷേ KC വേണുഗോപാൽ മാറി നിൽക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ട തീരുമാനമെടുക്കേണ്ട പ്രധാന കക്ഷികളിൽ ആളാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചു നിൽക്കുന്നു. അദ്ദേഹം കേരളത്തിൽ നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ല, പക്ഷേ ഭാവിയിൽ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. എന്തായാലും കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടക്കാത്ത വലിയ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമോ, അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഒരു സമവായം എന്നുള്ളതൊരു പക്ഷേ കോൺഗ്രസ് ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമവായം ഈ നേതാക്കന്മാർ അംഗീകരിക്കും. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും അംഗീകരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ആ സമവായം എന്തായിരിക്കും? ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ചർച്ച ചെയ്തു പോകാനുള്ള സാധ്യത മുന്നിലുണ്ട്. ടേം വ്യവസ്ഥയിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവയ്ക്കുമോ? ഇതൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചയായി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്കും ഇതുവരെയായും ഹൈക്കമാൻഡിനോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ചർച്ച ഇപ്പോഴും തുടരുന്നു. 2.5 മണിക്കൂർ സമയം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത്രയധികം പ്രശ്നങ്ങൾ, സങ്കീർണതകൾ ഈ ചർച്ചയ്ക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇതിലൂടെ പോയിരിക്കുന്നു. കാരണം ആദ്യം നേതാക്കന്മാരെ ഒരുമിച്ച് കാണുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ നിരീക്ഷകരായ 2 പേര്, മുഗൾ വാസനിക്കും അജയ് മക്കാനും, അതുകൂടാതെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി, ഒപ്പം KPCC അധ്യക്ഷൻ, ഇവർ 3 പേരെയും കൂടാതെ മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഉപരിയായി അവിടെ രാഹുൽ ഗാന്ധി കൂടി എത്തുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നേതാക്കന്മാരോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നേതാക്കന്മാരെ ഒറ്റയ്ക്ക് കാണുന്നു. പക്ഷേ എങ്കിൽ തന്നെയും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറുവാൻ നേതാക്കന്മാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് അവസാന ഘട്ടത്തിൽ എത്തിച്ചേരുക സോണിയാഗാന്ധിയുടെ കയ്യിലായിരിക്കും. സോണിയാഗാന്ധിയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. എന്നാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നിർണായക ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണ് ആ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 നേതാക്കളും അവരുടെ നിലപാടുകൾ കടുപ്പിക്കുമ്പോൾ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിലാവുകയാണ്. ജനവികാരം മനസ്സിലാക്കണം. അതുപോലെ തന്നെ MLA-മാരുടെ പിന്തുണ ആർക്കൊപ്പം എന്നതിൽ നിർണായകമാണ്. ആ പിന്തുണ കൂടി പരിഗണിക്കണം. ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷം 3 നേതാക്കളെയും അവരുടെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കി കൃത്യമായ തീരുമാനമെടുക്കണം. എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുക തന്നെയാണ്.